അത്യപൂർവ അർബുദ രോഗത്തോട് പൊരുതുമ്പോഴും ഷൊർണൂർ സ്വദേശിയായ നിജിൽ നാടൻപാട്ടിനെ കൈവിട്ടില്ല. ആശുപത്രി കിടക്കയിൽ കിടന്നും വരികൾ എഴുതി ഈണം പകർന്ന ഡോക്ടർമാരെ ചൊല്ലിക്കേൾപ്പിച്ച ആത്മവിശ്വാസം കൈവിടാതെ രോഗത്തോട് പൊരുതിയ ഈ 20കാരൻ നാടൻപാട്ട് വേദികളിൽ വീണ്ടും സജീവമാവുകയാണ്. നാടൻപാട്ടിനെ ജീവതാളമാക്കി കൊണ്ടു നടക്കുമ്പോഴാണ് 17-ാം വയസ്സിൽ നിജിലിനെ ബി-സെൽ അക്യൂട്ട് ലിംഫോം ബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അത്യപൂർവ അർബുദ രോഗം വേട്ടയാടുന്നത്. അർബുദ രോഗമാണെന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ചു പൊരുതാൻ തന്നെയായിരുന്നു നിജിലിന്റെ തീരുമാനം. അപ്പോഴും നാടൻപാട്ടിനെ ജീവശ്വാസമായി കൊണ്ടു നടന്നു. 8 മാസക്കാലം RCCയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ. തന്റെ വേദനകൾ മറക്കാൻ ആശുപത്രി കിടക്കയിൽ കിടന്നും നിജിൽ വരികൾ എഴുതി. ഈണം പകർന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ചൊല്ലിക്കേൾപ്പിച്ചു. കൂട്ടിരിപ്പുകാരായ അച്ഛനും അമ്മയ്ക്കും ധൈര്യം പകർന്നു. 50 ലക്ഷം രൂപയോളം ചിലവ് വന്ന കാർട്ടിസെൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂരിലെ കൂട്ടുകലാവേദി നാടൻപാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി സജീവമാവുകയാണ് നിജിൽ. ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി ആയിരുന്നു. തന്നെ ചേർത്തുപിടിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നിജിൽ പറയുമ്പോൾ രോഗത്തോട് പൊരുത്തുന്ന മനുഷ്യരോട് അവന് പറയാനുള്ളത് ഇങ്ങനെയാണ്. എൻ്റെ പേര് നിജിൽ. ഞാൻ ഷൊർണൂരും ഉണ്ടായാണ് എൻ്റെ വീട്. 17-ാമത്തെ വയസ്സിലാണ് എനിക്ക് അസുഖം വന്നത്. പിന്നെ 3 വർഷത്തെ കാലം അതിൻ്റെ പുറകെയായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോഴും നാടൻപാട്ടിൽ നിന്ന് ഞാൻ ഒരു ഒഴിവ് ഞാൻ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാമെല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നാടൻപാട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖല എന്ന് പറയുന്നത് നാടൻപാട്ടാണ്. കാർട്ടിസെൽ തെറാപ്പി എന്ന് പറയുന്നൊരു ചികിത്സയാണ് കഴിഞ്ഞത്. കണ്ണൂർ, തലശ്ശേരി, മലബാറിലാണ് എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ചന്ദൻ സാറായിരുന്നു എൻ്റെ ഡോക്ടർ. വലിയൊരു തുക 50 ലക്ഷത്തോളം രൂപ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ DYFI ആണ് മുന്നിൽ നിന്ന് അതെല്ലാം DYFIയും അതിലെ പ്രവർത്തകരുമാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം സഹകരിച്ചതും. അപ്പോൾ എല്ലാവർക്കും ഒരുപാടധികം നന്ദി ഞാൻ പറയുന്നു. ഇപ്പോൾ ഈ അസുഖം വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസുഖം ഇത് തരണം ചെയ്ത് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഒരു വലിയ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബേസായിട്ട് ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് എല്ലാവരും മുന്നോട്ട് സന്തോഷമായിട്ട് വരണം. ഞാൻ അപ്പോഴും ഹാപ്പിയാണ്, ഇപ്പോഴും ഹാപ്പിയാണ്. പക്ഷെ അവൻ അപ്പോഴും ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഞങ്ങളെല്ലാവരും, പിന്നെ അച്ഛനും, ഇവൻ്റെ അച്ഛനും ഏട്ടനും ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആകെ തളർന്നിരിക്കുന്ന സമയത്ത് പോലും അവൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അവന് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നെടുക്കുന്ന സമയത്ത് അവൻ റൂമിലിരുന്ന് പാട്ടെഴുതാണ്. ഞാനൊക്കെ തളർന്നിരിക്കുന്ന സമയത്ത് അവൻ പാട്ടെഴുതി അതിന് ട്യൂൺ ചെയ്യുകയാണ്, ഡോക്ടേഴ്സിന് കേൾപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവന് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ കരയുന്ന സമയത്ത് എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ എന്തിനാണ് കരയണത്? കാരണം എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ പഴയ പോലെ തന്നെ അല്ല. എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അപ്പം ഞാൻ അത്രയും പെർഫെക്റ്റ് ആണ്, അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ 5 വയസ്സ് മുതൽ പാടിത്തുടങ്ങിയ നിജിലിന്റെ 5 ആൽബങ്ങളും ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്.